ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യരായ കർത്തൃദാസന്മാരെ, ഇന്നിവിടെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ ഐശ്വര്യമായി ശുശ്രൂഷിച്ച ഈ കുടുംബത്തിൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹബന്ധം പുലർത്തുന്ന ദൈവദാസൻ പാസ്റ്റർ അനിൽ, അതുപോലെ ഈ ശുശ്രൂഷകൾ ഇന്ന് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദൈവദാസൻ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പൊതു ശുശ്രൂഷകൻ കൂടിയായിട്ടുള്ള ജോസഫ് ബി പാസ്റ്റർ, ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ച പൊതു ശുശ്രൂഷകനായിട്ടുള്ള പ്രിയാച്ചൻ പാസ്റ്റർ, പൊതു ശുശ്രൂഷകനായിട്ടുള്ള പ്രിയ ബാബു പാസ്റ്റർ, നമ്മുടെ ഈ ചാലക്കുടി സെൻറ്ററിൻ്റെ MCCയുടെ സെൻട്രൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയ MT ബാബു പാസ്റ്റർ, എന്നോടൊപ്പം വിവിധ നിലകളിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ കൗൺസിൽ അംഗങ്ങളും മറ്റ് വിവിധ സഭകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ദൈവദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന മറ്റെല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ ഡയറക്ടർ ഇൻചാർജ്, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ ഒന്ന് ഒരു ടെൻഷനിലായിരിക്കും, ഒന്ന് പിരിമുറുക്കത്തിലായിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ ഈ കുടുംബം, പ്രിയ യാക്കോബ് പാസ്റ്റർ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ പ്രാരംഭ നേതാക്കളിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ട കുന്നുമേലച്ഛനൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണിത്. ഇപ്പോ കുന്നുമേലച്ഛന്റെ ആ സാന്നിധ്യമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ ഇതിൽ പ്രവേശിച്ചു. അതുപോലെ പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ സാജു വർഗീസ് അച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആളാണ്. പുള്ളി മക്കളുടെ അടുത്തേക്ക് ന്യൂസിലൻഡിലേക്ക് പെട്ടെന്ന് അങ്ങ് പറന്നുപോയി. ഒരു കത്തെഴുതി തന്നിട്ട് എനിക്ക് അവധി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ജോൺ പാറപ്പുഴ അച്ഛൻ, ഇന്ന് ഒരു മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽപ്പെട്ട ഒരു ബഹുമാന്യ കർത്തൃദാസി, പോത്താനിക്കാട് ചർച്ചിലെ ഒരു ചാക്കോസാറിൻ്റെ നമ്മുടെ മുൻ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയ ചേച്ചി സംഘം മറിയാമ്മ ചേച്ചി നിത്യതയിൽ പ്രവേശിച്ച് ആ ഫ്യൂണറലിൽ പോയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ബലഹീനനായ അവരിലൊക്കെ ജൂനിയർ ആയിട്ടുള്ള, എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് ഈ കുടുംബവുമായി ഒത്തിരി ബന്ധമുണ്ട്. ജൂനിയർ ആയിട്ടുള്ള ഞാൻ ഇവിടെ വന്നു. ആ ചുമതല എനിക്കുള്ളത് കൊണ്ട് ഈ പ്രിയപ്പെട്ടവർ എന്നെ അത് ഏൽപ്പിച്ചതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അതുപോലെ ഡയറക്ടർ ഇൻചാർജ് എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞാൻ വളരെ പിരിമുറുക്കത്തിൽ, എന്നാൽ വളരെ പ്രാർത്ഥനയോടെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ, ഞാനിങ്ങനെ പറയട്ടെ, അനുവാദത്തോടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ എളിമയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചുള്ള യാക്കോബ് പാസ്റ്റർ, എനിക്ക് അദ്ദേഹം ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയായിരുന്നു. എൻ്റെ ഒരു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ തുല്യം ഞാൻ ബഹുമാനിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇത്രയ്ക്ക് എനിക്ക് അടുത്ത ബന്ധം, ഒരു പ്രത്യേക ഒരു ആജ്ഞാശക്തിയോടെ എന്നോടൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ അച്ഛാ അത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്ന ആ ധൈര്യമുള്ള ആളായിരുന്നു. അത് ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയുന്ന ഒരാളായിരുന്നു. ഒരു ആജ്ഞാശക്തിയുള്ള ആളെ കുന്നുമേലച്ചോട് പോലും പറയുമായിരുന്നു, അച്ഛാ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നത്. ശരി, അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ. അങ്ങനെ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ പ്രാരംഭ നേതാക്കളിൽ ഒരാൾ മാത്രമല്ല, ഈ ചാലക്കുടി, തൃശ്ശൂർ ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് പല ദൈവസഭകളുടെയും ആരംഭ പ്രവർത്തനങ്ങളിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് പ്രിയ യാക്കോബ് പാസ്റ്റർ. നിത്യത്തിൽ പ്രവേശിക്കുന്ന ആ ദൈവദാസൻ, ആ ദൈവദാസനെ ഓർത്ത് അദ്ദേഹത്തെ വളരെ നന്ദിയോടെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, വളരെ നന്ദിയോടെ, വളരെ സ്നേഹ ബഹുമാന ആദരവുകൾ കൊടുത്ത് ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അദ്ദേഹം ഈ ചർച്ചിൻ്റെ
പ്രവർത്തനങ്ങളിലും അതുപോലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവവേലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെല്ലാം ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയ ചേച്ചിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ മകളെ, ഞാൻ വന്നതേ ചോദിച്ചതാണ്, ആരോഗ്യത്തോടു കൂടി കുഴപ്പമൊന്നുമില്ലാതെ ദൈവം സൂക്ഷിച്ചല്ലോ ഇത്രത്തോളം. ഈ രണ്ട് മക്കളെ, ഇവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴും, ഞാൻ മാത്രമല്ല, മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ എല്ലാ ദൈവദാസന്മാരും ധാരാളം പേര് ഇവരെ കുറിച്ച് അന്വേഷിക്കുകയും ഇവരുടെ കാര്യങ്ങൾ എപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. ഈ എൽദോയെ ഞങ്ങൾ എൽദോ എന്ന് വിളിക്കൽ, അദ്ദേഹം പാസ്റ്റർ ആട്ടോ. ഇവരൊക്കെ ഇവിടെ എൽദോസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ഔദ്യോഗികമായിട്ട് പാസ്റ്റർ എൽദോ യാക്കോബാണ്. ഇപ്പോൾ ഒരു സഭയുടെ നെടുമ്പാശ്ശേരി മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ട് ഞാൻ പലപ്പോഴും സഭയിൽ പോകാറുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ശുശ്രൂഷകനായി എൽദോയെ ദൈവം ഉയർത്തി. അതൊരു പാരമ്പര്യം, അത് ദൈവം ഈ കുടുംബത്തിന് കൊടുത്ത ഒരു അനുഗ്രഹമാണ്. ഞാനത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സൗമ്യക്കായി സ്തോത്രം, അവർ കൊടുത്ത രണ്ട് മക്കൾക്കായി, ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനുമായി സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എൽജോ ഷെൽബി, ഞാൻ ഈ കുടുംബമായിട്ടൊക്കെ ഞാൻ ഈ ചാലക്കുടി സെന്ററിന്റെ ചുമതലയുള്ളപ്പോൾ ഈ വീട്ടിൽ വന്നാൽ ഇവരെ എന്റെ സഹോദരന്മാരെ പോലെയാണ്, അല്ലാതെ ഒരു അകലം ഇവരുമായിട്ട് ഞങ്ങൾക്കില്ല. എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് ഏത് കാര്യം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇവരോട് ചോദിച്ചിട്ടാ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രയ്ക്ക് ഇവരുമായിട്ടുള്ള ഒരു അടുപ്പം, ഭയങ്കര ഒരു ആത്മബന്ധം ഈ കുടുംബമായിട്ടുണ്ട്. ഞാൻ വാസ്തവത്തിൽ എൽജോ ഇവിടെ കുര്യാത്തുമാസം പ്രാർത്ഥിച്ചപ്പോൾ അർപ്പിച്ചു. എൽജോ ഒരു ഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും വളരെ ഞെട്ടലുണ്ടാക്കി, ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞ, ചെൽവിയൊക്കെ വളരെ തകർന്നു പോയ ഒരു സമയമുണ്ട്. ഒത്തിരി പ്രയാസത്തിലൂടെ ഇദ്ദേഹം വളരെ ഒരു മരണത്തിന്റെ വക്കിൽ വരെ എത്തിയതാണ്. ഞങ്ങളെല്ലാവരും വളരെ ശക്തമായിട്ട്, ഞാനൊക്കെ ഇവിടെ വരിക, അതിനുവേണ്ടി ഞങ്ങളിവിടെ വരികയും ഹോസ്പിറ്റലിലും ഭവനത്തിലൊക്കെ പല പ്രാവശ്യം വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൈവം തന്റെ അത്ഭുത കരങ്ങളിൽ സൂക്ഷിച്ചു. ഈ ലോകത്തിൽ ആയുസ് നീട്ടിക്കൊടുത്ത് ദൈവം മാനിച്ചല്ലോ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിവൃത്തീകരിച്ചിട്ട് ദൈവം അത് മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയുള്ളൂ. ദൈവം തന്നെ മക്കളെ അനുഗ്രഹിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ആ എൽജോയ്ക്കായി, ഷെൽവിക്കായി, അവർക്ക് കൊടുത്ത 3 മക്കൾക്കായി ഒക്കെ ഞങ്ങള് ദൈവത്തെ, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തെ ദൈവം ഇത്രത്തോളം മാനിച്ചല്ലോ. അതെല്ലാം ഒരു ദൈവപ്രവൃത്തിയായി ഞാൻ കാണുകയാണ്. കാരണം ഒത്തിരി ദൈവം പല നിലകളിൽ ഇവരെ മാനിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം നിർത്തിയിട്ടുണ്ട്. ഈ കുടുംബം പലർക്കും ഒരു ആശ്വാസമായിട്ടുണ്ട്. ഈ ഭവനത്തിൽ അവിടെ ആരാധന കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ഓടി വരുന്നത്, വേറെ എവിടെ ഇങ്ങോട്ടാണ് വരുന്നതെല്ലാം. ഈ കുടുംബത്തെ ദൈവം മാനിച്ചിട്ടുണ്ട്. ദൈവം അവരെ ഇനിയും അനുഗ്രഹിക്കട്ടെ, എല്ലാ നിലയിലും മാനിക്കട്ടെ. ശാരീരികമായും മാനസികമായും ആത്മീകമായും എല്ലാ നിലയിലും ദൈവം ഈ കുടുംബത്തെയും ഈ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഭവനം അനേകർക്കൊരു അത്ഭുത വിഷയമായി മാറട്ടെ. ഞാൻ എങ്ങനെ ആശംസിക്കുന്നു, ഒരു അത്ഭുത. കാരണം ഇവിടെ യാക്കോബാസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു ആജ്ഞാശക്തിയുള്ള ആളാന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ അതെങ്ങനെ ചെയ്യണം, ഇനി ഒരാളോട്, ഒരു സഹോദരനോട് പറയും നീ അതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കും. അങ്ങനെ ആളായിരുന്നു. അങ്ങനെ പുള്ളി ഒത്തിരി കാര്യങ്ങളൊക്കെ, വലിയൊരു ഗോളൊക്കെ പണിതു. എന്നാൽ അത് ഒത്തിരി കടം തീർക്കാനൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടു. ഞങ്ങളൊക്കെ അതിനകത്ത് ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവം അതെല്ലാം ഒരു നല്ലൊരു അവസാനത്തിനായിട്ട് അതെല്ലാം കൊടുത്തു. കടങ്ങളൊക്കെ വീട്ടാനും എല്ലാം നല്ല നിലയിലൊക്കെ അത് ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഭാരങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് പഴയ വീട് പൊളിച്ചു പണിയാൻ എൽജോ ഓർപ്പിച്ചല്ലോ. ഒരു 4 മുറിയുള്ള നല്ലൊരു വീട് വേണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതെല്ലാം സ്വർഗത്തിലെ ദൈവം ഈ ആയുസ്സിൽ തന്നെ മക്കളിലൂടെ ദൈവം അത് നിറവേറ്റിയല്ലോ. കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പാസ്റ്ററിനെ ഒത്തിരി സന്തോഷമായി, ഇഷ്ടമായി. ദൈവത്തിന്റെ മഹത്വം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ, വളരെ ആത്മശക്തിയോടെ. നമ്മൾ മനഃപൂർവ്വമായിട്ടല്ല ദൈവം സംസാരിച്ചപ്പോൾ നമ്മൾ സ്തോത്രം പറഞ്ഞത്, അറിയാതെ സ്തോത്രം പറഞ്ഞു പോയതാ. ദൈവത്തിന്റെ സ്തോത്രം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ അദ്ദേഹത്തിലൂടെ കേൾക്കാനിടയായല്ലോ. ഞാൻ 2 കാര്യങ്ങൾ മാത്രമാണ് എൽജോയെയും കുടുംബത്തെയും ഈ കുടുംബത്തെ ഓർമ്മപ്പെടുത്താൻ, അതോടൊപ്പം മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം 35-ാം വാക്യവും, അതുപോലെ യോഹന്നാന്റെ 3-ാം ലേഖനത്തിന്റെ 11-ാം വാക്യവും, 2 വാക്യങ്ങളാണ്
ഇന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തി ഈ സമർപ്പണ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഒരുമിച്ചാട്ടോ സമർപ്പിക്കാൻ പോകുന്നത്, പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. 2 വാക്യങ്ങൾ മാത്രം. എബ്രായ ലേഖനം 10:35 നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. എന്താണത്? അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അടുത്ത വാക്യം, അതിന്റെ ബാക്കി. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ധൈര്യം നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ ഇംഗ്ലീഷിൽ എടുത്ത് വായിച്ചു നോക്കി അറിയാം. സഹിഷ്ണുത എന്ന് പറഞ്ഞ എൻഡുറൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എൻഡുറൻസ്, ദാറ്റ് മീൻസ് കോൺഫിഡൻസ് ഓർ കറേജ് തന്നെ അർത്ഥം. ആ സഹിഷ്ണു എന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. വേറൊരു ഒരു വാക്ക് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു പ്രത്യേക വാക്ക് അവിടെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ ധൈര്യം തന്നെയാണ് അർത്ഥം. വാഗ്ദത്തം ചെയ്ത് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത അല്ലെങ്കിൽ ധൈര്യം നിങ്ങൾക്ക് ആവശ്യമാണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയതല്ല, ഇനി കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം നിങ്ങൾക്ക് ആവശ്യമാണ്. To be received thing. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ കിട്ടിയ ഈ വീടോ, ഇപ്പൊ കിട്ടിയ ഈ ജീവിതമോ, ഇപ്പൊ കിട്ടിയ കാറോ, ഇപ്പൊ കിട്ടിയ ജോലിയോ, ഇപ്പൊ കിട്ടിയ മറ്റേതെങ്കിലും ഭൗതിക നന്മകളോ സാഹചര്യങ്ങളിലോ തൃപ്തിപ്പെട്ടു നിൽക്കാനല്ല ഒരു ദൈവവൈതലിനെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ വിളിച്ച് നിയമിച്ചാക്കിയിരിക്കുന്നത്. മറിച്ച് മഹാപ്രതിഫലങ്ങളെ അവകാശമാക്കാനായിട്ടാണ്. ദൈവം ഒരുക്കിയ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ വിളിച്ചാക്കിയിരിക്കുന്നത്. നമുക്കറിയാം എന്തൊക്കെയാണ് ആ വാഗ്ദത്തങ്ങൾ. നിത്യത കർത്താവിനോടൊത്ത് എന്ത് ചെയ്യണം? ചെലവഴിക്കണം. അതിന് ധൈര്യം തന്നെ വേണം. കാരണം വേദോത്സവം പീരുക്കൾ എവിടെ പോകുന്ന പറയുന്നത്? സോറി, വെരി സോറി ദൈവദാസ്. പീരുക്കൾ എവിടെ പോകും? നരകത്തിൽ പോകും. എന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിലേ നമുക്ക് അകത്ത് തന്നെ കയറാൻ പറ്റുള്ളൂ. കർത്താവിനോടൊപ്പം നിത്യത ചെലവഴിക്കണമെങ്കിൽ തന്നെ ധൈര്യം വേണം. അതുപോലെ നിത്യമായ കർത്താവ് ഒരുക്കിയ വാസസ്ഥലം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ എന്റെ അടുക്കൽ ഞാൻ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവം ഒരുക്കിയ ആ അനുഗ്രഹീതമായ ഭവനത്തിൽ കർത്താവിനോടൊത്ത് വസിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുകയാണ്, നമ്മളെ ഈ ഭൂമിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവമക്കൾക്ക് വേദപുസ്തകം നമ്പർ 1 ഇട്ട് ഞാൻ കുന്നുമേലസിന്റെ ക്ലാസ്സിൽ ഞാൻ വണ്ടറടിച്ച്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ചിട്ടുണ്ട്. ഈ പഠിക്കുമ്പോഴൊക്കെ ബികോമിന് പഠിക്കുമ്പോഴും PGക്ക് പഠിക്കുമ്പോഴൊക്കെ എന്ത് തിരക്കാണെങ്കിലും രാധാകൃഷ്ണ മാസ്റ്റർക്കൊക്കെ അറിയാം. കുന്നുമേലച്ചന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വിട്ടുകളയില്ലായിരുന്നു. അതിന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആശ്ചര്യത്തോടെ ഞാൻ കണ്ണും ഇങ്ങനെ വിഴിച്ചിരുന്ന് അച്ഛന്റെ മുമ്പിലിരുന്ന ആ ക്ലാസ് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ അച്ഛൻ ഇങ്ങനെ കിരീടങ്ങളെ കുറിച്ച് 6 വിധ കിരീടങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ സവിസ്തരമായി സംസാരിക്കാറുണ്ട്. ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന കിരീടങ്ങള്, പ്രിയപ്പെട്ടവരെ, ആ കിരീടങ്ങളൊക്കെ എന്താ? തേജസ്സിന്റെ കിരീടം, അതുപോലെ വാടാത്ത കിരീടം, അല്ലെ, നീതിയിൻ കിരീടം, ജീവകിരീടം, പൊൻകിരീടം തുടങ്ങിയ കിരീടങ്ങള്, ജീവകിരീടം, അങ്ങനെയുള്ള 6 വിധ കിരീടങ്ങളെ ദൈവം നമുക്ക് നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവിനോടൊത്തുള്ള വാസം, കർത്താവ് ഒരുക്കിയ ഭവനത്തിലുള്ള താമസം, കർത്താവ് ഒരുക്കിയ അനുഗ്രഹീതമായ പ്രതിഫലങ്ങളെ അവകാശമാക്കുന്ന തേജസ്സിന്റെ അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വാഗ്ദത്തങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പടികളാണ് ഇപ്പൊ ഇവിടെ തുടങ്ങി. നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ദൈവമക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ദൈവികമായ സമാധാനമുണ്ടല്ലോ, അതിന്റെ തുടക്കമാണ്. ഞാനൊരു വാക്യം വായിച്ചാൽ നിങ്ങളെ കേൾപ്പിക്കാൻ, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന നേരം ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് അറിയാം. 119 സങ്കീർത്തനത്തിന്റെ 165 അടുത്ത് വായിച്ചേ.
119 165 ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. പിന്നെ എന്താ പറയുന്നത്? അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അംബാനി അനുഭവിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് അനുഭവിക്കുന്നതിനേക്കാൾ, ലോകത്തിലെ ഏതൊരു വ്യക്തിയും ധനാട്ടിൽ അനുഭവിക്കുന്ന രവി പിള്ള, യൂസഫ് അലി, അങ്ങനെ ആരല്ലേ നമ്മളെ കണ്ടല്ലേ കഴിഞ്ഞ ദിവസം, ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഒരു അല്ലെങ്കിൽ വലിയൊരു മനുഷ്യൻ, ബിഗ് ഷോട്ട് ആയിട്ടുള്ള ഒരാള്, എന്താ റോയി, ഡോക്ടർ സീനിയർ റോയി, അദ്ദേഹം നിറയൊഴിച്ച സ്വന്തം തോക്കിൽ നിന്ന് നിറയൊഴിച്ച നൂറുകണക്കിന് ആൾക്കാരിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ പിഴഞ്ഞു വീണ് മരിച്ചു. ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കണം, നമുക്കിന്ന് ദൈവം തന്നിരിക്കുന്ന ഈ സമാധാനം അത് വലിയൊരു ദാനമാണ്. ഹല്ലേലൂയ. ലോകത്തിൽ പണം മുടക്കിയാൽ കിട്ടുന്നതല്ല. ലോകത്തിൽ മറ്റൊന്നിലൂടെ അധ്വാനത്തിലൂടെ മറ്റൊന്നിലൂടെ നേടാൻ കഴിയുന്നതല്ല. ദൈവം നമുക്ക് സൗജന്യമായി, നാം ദൈവം അയച്ച യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനെ മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു എന്ന നാമമൊഴികെ എന്ന് പ്രഖ്യാപിച്ച് ദൈവഭൂമിയിലേക്ക് അയച്ച യേശുവിനെ നാം രക്ഷകനും കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ടേറ്റ് പറയാൻ മറ്റെന്തിനേക്കാളും വലുതായി ലോക സമുദായത്തെയോ അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റെന്തിനേയും നമ്മൾ ചപ്പന്നും ചവറന്നു വേണ്ടിക്കൊണ്ട് മടികൂടാതെ, ഇവിടെ ഇരിക്കുന്ന പലരും ഉന്നതമായ സ്ഥാനവും പദവികളൊക്കെ പലയിടത്തും വഹിച്ചിരുന്നവരാണ്. പക്ഷേ യേശുവിനെ അറിഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ഇറങ്ങി യേശുവിന്റെ പിന്നാലെ ഇറങ്ങാൻ തയ്യാറായപ്പോൾ ദൈവം നമുക്ക് തന്നത് ആ സമാധാനം, അത് വലിയ കാര്യമാണ്. അതാ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്തുണ്ട്? മഹാ ഗ്രേറ്റ് പീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ലോകം തരുന്ന ഒന്നുകൊണ്ടും അത് നേടാവുന്നതല്ല. ലോകത്തിലുള്ള ഒന്നിനെ കൊണ്ടും നേടാവുന്നതല്ല. എന്നെ കേൾക്കുന്ന ദൈവജനത്തെ, ദൈവമക്കളെ, അതുകൊണ്ട് ദൈവം നൽകിയ സമാധാനമാണ് നാം നിത്യതയിൽ വലിയ പ്രതിഫലങ്ങളെ അവകാശമാക്കുന്നുള്ളതിന്റെ തെളിവാണ്. മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയും അതിന്റെ അടയാളമാണ്, അതിന്റെ മുദ്രയാണ്. അത് ദിവസം പറഞ്ഞ് ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നിത്യതയിൽ പ്രതിഫലങ്ങൾ കിട്ടാൻ പോകുന്നു. നാം കർത്താവിനോടൊത്ത് വസിക്കും, വാഗ്ദത്തങ്ങളെ അവകാശമാക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മുദ്രയാണ്, തെളിവാണ്. അല്ലെങ്കിൽ മുദ്ര പത്രത്തിൽ ഒപ്പിട്ട് തന്നിരിക്കുന്ന ആ മുദ്ര പോലെയാണ്, തെളിവായിട്ട് ആണ്, അച്ചാരമാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ദൈവദാസൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇതൊന്നും ഇങ്ങനെ സംസാരിക്കണമെന്ന് ആലോചിച്ചു വന്നതല്ല, ചിന്തിച്ച് തീരുമാനിച്ചല്ല. പരിശുദ്ധാത്മാവാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവിക സമാധാനം, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നാം നിത്യത അവകാശമാക്കും, നാം പ്രതിഫലങ്ങളെ അവകാശമാക്കും, നാം സ്വർഗീയ ഭവനത്തിൽ കർത്താവിനോടൊപ്പം വസിക്കും, നിത്യത ചെലവഴിക്കും എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. എനിക്കിന്ന് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഇങ്ങനെ മുന്നോട്ട് ഒത്തിരി സമയം പോകാൻ പറ്റിയാലല്ലോ. ആശംസ പറയാനുണ്ട്, പല കാര്യങ്ങളും ഇവിടെ നടക്കാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇറങ്ങിയ ആത്മീയ രംഗത്തേക്ക് ഇറങ്ങിയ